Today we are going to study the types of recombination and different enzymes involved in recombination and what is the role of recombination. And first we can pass on to the type of recombination. What are the types of recombination involved? Normally, there are 4 types of recombination. 4 type of recombination ആണ് നമുക്ക് general ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ homologous recombination and non-homologous recombination അത് നിങ്ങൾക്ക് familiar ആയിട്ടുള്ള terms ആയിരിക്കും. Then site-specific recombination and replicative recombination. അതിൽ homologous എന്ന് പറഞ്ഞാൽ എന്താണ്? DNA molecules, similar sequence ഉള്ള DNA molecules തമ്മിൽ ഉണ്ടാവുന്ന recombination അല്ലേ? നിങ്ങൾ ലിങ്കേജ് ക്രോസിംഗ് ഓവർ റീകോമ്പിനേഷൻ ഒക്കെ ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ടാവും, ഡിഗ്രി ടോപ്പിക്കുകളാണ്. അപ്പോൾ റീകോമ്പിനേഷൻ എന്താണെന്ന് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ഹോമലോഗസ് എന്ന് പറഞ്ഞാൽ സിമിലർ സീക്വൻസ് ഉള്ള DNA മോളിക്യൂൾസ് തമ്മിലുള്ള റീകോമ്പിനേഷൻ. ദെൻ നോൺ ഹോമലോഗസ് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സിമിലാരിറ്റി ഉണ്ടാവില്ല. DNA മോളിക്യൂൾസിന്റെ സീക്വൻസസ് തമ്മിൽ കൃത്യമായിട്ട് സിമിലാരിറ്റി ഇല്ലാത്ത ഏരിയാസ് തമ്മിലുള്ള റീകോമ്പിനേഷൻ. And site-specific recombination in the it occurs between particular short sequences present on otherwise dissimilar parent molecules. ഒരു particular site അപ്പോൾ അതിന്റെ base pair length ഒരു 12 to 24 base pair length ഒക്കെ ഉള്ള ഒരു region ഉണ്ടാവുന്ന ആ region ഉള്ള recombination. അത് അതിന്റെ parent molecules dissimilar ആയിരിക്കും, ആ region ഒരു recombination സംഭവിക്കും. ആ ഒരു പ്രത്യേക സൈറ്റിൽ മാത്രം recombination നടക്കുന്നത്. അതിനെയാണ് നമ്മൾ സൈറ്റ് സ്പെസിഫിക് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ദെൻ റിപ്ലിക്കേറ്റീവ് റീകോമ്പിനേഷൻ. റിപ്ലിക്കേറ്റീവ് വാട്ട് ഡു യു മീൻ ബൈ റിപ്ലിക്കേഷൻ? റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് ഒരു പുതിയ കോപ്പി പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ റിപ്ലിക്കേറ്റീവ് റീകോമ്പിനേഷനും വിച്ച് ജനറേറ്റ്സ് എ ന്യൂ കോപ്പി ഓഫ് എ സെഗ്മെന്റ് ഓഫ് DNA. ഇനി അതിന്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഹോമലോഗസ് റീകോമ്പിനേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ? ഇവിടെ ഒരു ഫസ്റ്റ് പാരന്റ്, സെക്കൻഡ് പാരന്റ്, ഡബിൾ സ്ട്രാൻഡഡ് DNA അപ്പോൾ ഇവിടെ ഇത് തമ്മിൽ റീകോമ്പിനേഷൻ നടന്നു. സോ ആസ് എ റിസൾട്ട് വാട്ട് ഹാപ്പൻസ്, ഇവിടെ ഈ ബി മൈനസ് പോയിട്ട് ഇവിടെ വന്നു, ബി പ്ലസ് ഇങ്ങോട്ടും വന്നു. ദെൻ നോൺ ഹോമലോഗസ്, അതായത് ഈ രണ്ട് റീജിയൻസ് ഡിസിമിലർ ആണ് അല്ലേ? ഇവര് തമ്മിൽ റീകോമ്പിനേഷൻ നടന്നു. അപ്പോൾ കണ്ടോ, എഫ് മുകളിൽ വന്നു, സി താഴെ വന്നു. ദെൻ സൈറ്റ് സ്പെസിഫിക്. സൈറ്റ് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രത്യേക സൈറ്റിൽ മാത്രം. ഓക്കെ, സാധാരണ അത് ലാംഡ ഫേജിലൊക്കെയാണ് കാണാം. നമ്മൾ ലൈറ്റിക്കും ലൈസോജനിക് സൈക്കിളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അവിടെയാണ് സാധാരണ സൈറ്റ് സ്പെസിഫിക് റീകോമ്പിനേഷൻ കാണുന്നത്. ലാംഡ ഇന്റഗ്രേസ് എൻസൈം ഒക്കെ ഇൻവോൾവ് ആവുന്ന കേസിൽ, ഈ കോളയിൽ. ദെൻ റിപ്ലിക്കേറ്റീവ് റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോസിഷൻ. ദാറ്റ് മീൻസ് ഇവിടെ റീകോമ്പിനേഷൻ നടന്നു, എന്നിട്ട് ഇതിന്റെ ഒരു സിമിലർ കോപ്പി ഇവിടെ കണ്ടോ, റെഡിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു സ്ട്രാൻഡ് ആണ്. അപ്പൊ അതിന്റെ ഒരു സിമിലർ സ്ട്രാൻഡ് ഇവിടെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് ബൈ യൂസിങ് ട്രാൻസ്പോസോൺസ്. ട്രാൻസ്പോസോൺസ് മീൻസ് ജമ്പിങ് ജീൻസ്. ആ ട്രാൻസ്പോസിബിൾ എലമെന്റ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അവിടെ നടക്കുന്നത്. അങ്ങനെയാണ് 4 ടൈപ്പ് ഓഫ് റീകോമ്പിനേഷൻ പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് ആദ്യം ഫസ്റ്റ് ടൈപ്പ് ഹോമലോഗസ് റീകോമ്പിനേഷൻ എന്താണെന്ന് നോക്കാം. Homologous recombination is a type of genetic recombination that occurs during meiosis. Commonly നടക്കുന്നത് meiosis സമയത്താണ്. So what happens? The paired chromosomes from the male and female parents align so that similar DNA sequences from the paired chromosomes cross over each other. Usual process ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ക്രോസ് ഓവർ നടക്കുമ്പോൾ എന്തുണ്ടാവും? ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആവും. ഷഫ്ലിംഗ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ നടക്കും. ആൻഡ് ഇസ് എൻ ഇമ്പോർട്ടന്റ് കോസ് ഓഫ് ജനറ്റിക് വേരിയേഷൻ സീൻ എമംഗ് ദ ഓസ്പ്രിങ്. അങ്ങനെ ജനറ്റിക് മെറ്റീരിയലിന്റെ ഷഫ്ലിംഗ് നടക്കുന്നതുകൊണ്ടാണ് ഓരോ ഓസ്പ്രിങ്ങും ഡിഫറെന്റ് ആയിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായ പോലെ ഒരു പാരന്റിൽ നിന്നുണ്ടാവുന്ന ഓസ്പ്രിങ്സും വ്യത്യസ്തമാവുന്നത് ഈ മിയോട്ടിക് സമയത്തുണ്ടാവുന്ന റീകോമ്പിനേഷൻ ആണ് അതിന് കാരണം. അതിന്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ്. റീകോമ്പിനേഷൻ ബിറ്റ്വീൻ 2 ഹോമലോഗസ് ക്രോമസോം. നിങ്ങൾ ഈ കളർ ഡിഫറൻസ് നോക്കാം. ഇത് പെറ്റേണൽ ക്രോമസോം, ഇത് മെറ്റേണൽ ക്രോമസോം. ദെൻ DNA റിപ്ലിക്കേഷൻ, അവിടെ ക്രോസിംഗ് ഓവർ നടന്നു. ക്രോസിംഗ് ഓവർ നടന്ന് സെഗ്മെന്റ്സ് എക്സ്ചേഞ്ച് ചെയ്തു. കണ്ടോ, കളർ ഡിഫറൻസ് കണ്ടോ? അപ്പൊ അങ്ങനെയാണ് ജനറ്റിക് വേരിയേഷൻ ഉണ്ടാവുന്നത്. ഇപ്പൊ ഇതിൽ ആണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ഇവിടെ വെച്ച് ക്രോസിംഗ് ഓവർ നടന്നു. ഓക്കെ, ഇനി അടുത്ത എന്ത് സംഭവിച്ചു? ഇവിടെ ഈ സെഗ്മെന്റ് ഇങ്ങോട്ട് വന്നു, ഈ സെഗ്മെന്റ് ഇങ്ങോട്ട് പോയി. ഓക്കെ, അപ്പൊ ഇതാണ് റീകമ്പൈൻ ക്രോമസോംസ് അല്ലെങ്കിൽ ന്യൂ ജനറ്റിക് മെറ്റീരിയൽ ഉള്ള ക്രോമസോം. ന്യൂ ജനറ്റിക് മെറ്റീരിയൽ മേക്കപ്പ് ഉള്ള പ്രോജനീസ് പ്രൊഡ്യൂസ് ചെയ്തു.
Then, what is the role of homologous recombination? In homologous recombination നടന്നതുകൊണ്ട് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ റോള്? DNA റിപ്പയർ മെക്കാനിസം. DNA റിപ്പയർ മെക്കാനിസം നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. DNA റിപ്പയർ മെക്കാനിസം, DNA റിപ്ലിക്കേഷനിൽ, then meiotic chromosome segregation, telomere maintenance, ഇതിലെല്ലാം നമുക്ക് homologous recombination ഒരു ഇമ്പോർട്ടന്റ് റോൾ ആണ് ഉള്ളത്. Recombination എന്ന് പറഞ്ഞ പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്ന എൻസൈം ഹെലിക്കേസ്. ഹെലിക്കേസ് is the enzyme responsible for DNA recombination. Then ഇനി ഈ ഹോമോലോഗസ് റീകോമ്പിനേഷനിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഏത് ബയോളജിക്കൽ പ്രോസസ്സിലും ഒരു ഡിഫക്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? എന്ത് സംഭവിക്കും? ഒരു ഡിസോർഡർ ഉണ്ടാവും അല്ലെ? ഡിസോർഡർ മീൻസ് എ ഡിസീസ്. ഒരു യൂഷ്വൽ കണ്ടീഷനിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ഒരു അൺയൂഷ്വൽ കണ്ടീഷൻ ഉണ്ടാവും. അപ്പൊ അൺയൂഷ്വൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഡിസീസ് ആണ്. അപ്പൊ അത് ആ ഡിസീസ് കാരണം നമുക്ക് നമ്മുടെ ബോഡിയിൽ മെറ്റബോളിസം ആകെ താളം തെറ്റും. ഒരു സീരിയസ് ആയിട്ടുള്ള ഡിസീസ് ആണ് അതിന്റെ റിസൾട്ട് ഉണ്ടാവുന്നത്. Then inducers of homologous recombination നടക്കാൻ സഹായിക്കുന്നത് DNA double stranded breaks that are caused by exposure to ionizing radiation and other DNA damaging agents. അതായത് ബ്രേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് വേറെ ക്രോമസോം സെഗ്മെന്റ് വന്നിട്ട് ഇതിന്റെ കൂടെ കൂടിച്ചേരാൻ പറ്റുള്ളൂ. അപ്പൊ ഡബിൾ സ്റ്റാൻഡേർഡ് ബ്രേക്സ് ആണ് ഇതിന് സഹായിക്കുന്നത്. ഓക്കെ. Then homologous recombination is mediated by a class of enzyme known as recombinases. അപ്പോൾ ഹെലിക്കേസസ് സഹായിക്കും, റീകോംബിനേസസ് സഹായിക്കും. Two eukaryotic recombinases are RAD51 and DMC1. Both are related to bacterial recombinase REC-A. അപ്പോൾ രണ്ട് യൂകാരിയോട്ടിക് റീകോംബിനേസസിന്റെ പേരാണ് പഠിച്ചു വെക്കുക. RAD51ഉം DMC1ഉം റീകോംബിനേഷന് സഹായിക്കുന്നത്. ഓക്കെ. ഇത് യൂകാരിയോട്ടിക് റീകോംബിനേസ് ആണ്. ബാക്ടീരിയൽ റീകോംബിനേസിന്റെ എക്സാമ്പിൾ ഏതാ? REC-A. അത് നമ്മൾ ഇതിന്റെ കമ്മിങ് സ്ലൈഡ്സിൽ നമുക്ക് പഠിക്കാനുണ്ട് REC-A ഒക്കെ. ഓക്കെ. അപ്പോൾ ഇതിന്റെ പേരുകൾ ഓർത്ത് വെക്കാം. യൂകാരിയോട്ടിക് റീകോംബിനേസസ് ഏതാണ്? ബാക്ടീരിയൽ റീകോംബിനേസസ് ഏതാണ്? Then RAD51 is needed for mitotic and meiotic homologous recombination. Then DMC1 functions only during meiosis. Okay. Then all the recombinases form a helical filament on single-stranded DNA, better known as presynaptic filament. അവര് recombination നടന്നു കഴിഞ്ഞിട്ട് ഒരു ഹെലിക്സ് പോലെ ഒരു ഫിലമെന്റ് ഫോം ചെയ്യില്ല. ആ ഫിലമെന്റിനെയാണ് നമ്മൾ പറയുന്നത് presynaptic filament. Synapses നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? So that is known as presynaptic filament. Assembly of the presynaptic filament requires ATP and is facilitated by recombination mediators. Recombination mediators ഏതൊക്കെയാ? RAD52 protein, പിന്നെ human BRCA2 breast cancerന്റെ tumor suppressor. ഇതൊക്കെയാണ് recombination facilitate ചെയ്യുന്ന mediators. ഇതിന്റെ പേരുകളൊക്കെ ഓർത്ത് വെക്കാം. ഓക്കെ. എൻസൈംസിന്റെ പേരായാലും മീഡിയേറ്റേഴ്സിന്റെ പേരായാലും ഒരു വേർഡ് ഒക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണ്. Then ഹോളിഡേ മോഡൽ. ഈ റീകോംബിനേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഹോളിഡേ മോഡൽ and was formulated by Robin Holliday. The key features of holiday model are the formation of heteroduplex DNA, the creation of cross bridge, its migration along two heteroduplex strands termed as branch migration, the occurrence of mismatch repair, the subsequent resolution of splicing of the intermediate structure to yield different types of recombinant molecules. അപ്പോൾ ഇതെല്ലാതും ഈ ഹോളിഡേ മോഡലിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹെറ്ററോഡ്യൂപ്ലെക്സ് DNA ഫോർമേഷൻ, ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നത്, then branch migrate ചെയ്യുന്നത്, mismatch repair, splicing, ഇതെല്ലാം അതിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇത് ജസ്റ്റ് അതിന്റെ ഒരു സ്കീമാറ്റിക് കാണിച്ചിരിക്കുകയാണ്. രണ്ട് സ്ട്രാൻഡ്സ് ഇവിടെ വെച്ചിട്ട് നിക്കിങ് സംഭവിക്കും. ഓക്കെ. നിക്കിങ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സ്ട്രാൻഡ് ഇങ്ങോട്ട് പോകും, ഈ സ്ട്രാൻഡ് ഇങ്ങോട്ട് പോകും. അപ്പൊ അതിന് നമ്മൾ എന്ത് വിളിക്കും? സ്ട്രാൻഡ് എക്സ്ചേഞ്ച്. സ്ട്രാൻഡ് എക്സ്ചേഞ്ച് കഴിഞ്ഞു. ഇനി ലിഗേസ് എൻസൈം വന്നിട്ട് ഇവിടെ ഉണ്ടായ ഗ്യാപ്പ് സീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു ജംഗ്ഷനെ ഇവിടെ നമ്മൾ എക്സ്ചേഞ്ച് നടന്ന ഈ റീജിയനെ നമ്മൾ ഹോളിഡേ ജംഗ്ഷൻ എന്ന് വിളിക്കും. ഈ
ഇവിടെ എന്താ പറയാ ഒരു എക്സ് ഷേപ്പിലുള്ള ഒരു റീജിയൻ ഫോം ചെയ്തു ഇല്ലേ? അപ്പൊ അതിനെ നമ്മൾ ഹെറ്ററോ ഡ്യൂപ്ലെക്സ് റീജിയൻ എന്നും വിളിക്കും. ബ്രാഞ്ച് മൈഗ്രേഷൻ ഒക്കെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ കളർ ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇവിടുത്തെ ഈ ബ്രാഞ്ച് പോയിട്ട് ഇങ്ങോട്ട് വന്നു, അതുപോലെ തന്നെ ഈ ബ്രാഞ്ച് ഇങ്ങോട്ട് വന്നു. ഓക്കെ, ദാറ്റ് ഈസ് ബ്രാഞ്ച് മൈഗ്രേഷൻ. ഇവിടെ നിങ്ങൾ ലെറ്റേഴ്സ് നോക്കൂ, എ ടി സി ജി. ഇവിടെ എ സി ടി ജി. വാട്ട് ഹാപ്പൻസ്? സി ഇങ്ങോട്ട് പോയി, അപ്പൊ സിന്റെ എലമെന്റ്സും ഇങ്ങോട്ട് പോയി. ദെൻ ടി ടി ഇവിടെ ഉണ്ടായിരുന്ന ടി താഴോട്ട് വന്നു. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഡിഫറൻസ്. ദെൻ ബ്രാഞ്ച് മൈഗ്രേഷൻ. അതിനെക്കുറിച്ച് ജസ്റ്റ് ബ്രാഞ്ച് മൈഗ്രേഷൻ എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. When a template strand pairs with two different complementary strands, a branch is formed at the point where three complementary strands meet. Okay. The branch migrates where base pairing of one of the two complementary strands is broken. അവിടെ break ചെയ്ത സ്ഥലത്ത് വെച്ചിട്ട് migrate ചെയ്യും. And replaced with base pairing of the other complementary strand. ഏതിനെയായിട്ടാണോ base pairing ചെയ്ത് അത് വന്നിട്ട് replace ചെയ്യും. In the absence of an enzyme to direct it, this process can move the branch spontaneously in either direction. The spontaneous branch migration is blocked wherever one of the otherwise complementary strands has a sequence of non-identical of the other strand. Non-identical strands വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ബ്ലോക്ക്ഡ് ആവും. അതാണ് ബ്രാഞ്ച് മൈഗ്രേഷൻ. എന്താണ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ദെൻ resolution of holiday structure. ഈ holiday structure ഫോം ചെയ്ത holiday structure എങ്ങനെയാണ് അതിനെ റിസോൾവ് ചെയ്യുക? Holiday structure can be resolved by cutting and ligating either of the two originally exchanged strands or the originally unexchanged strands. എവിടെ വെച്ചിട്ടാണോ എക്സ്ചേഞ്ച് നടന്നത് അവിടെ ഒരു കട്ട് ഉണ്ടാക്കും. ആദ്യം അവിടെ ഒരു കട്ട് ഉണ്ടാവും. The former generates a pair of duplexes that are parallel except for a stretch in the middle containing one strand from each parent. If two parents had different alleles in this stress as indicated here, then the DNA will be heteroduplex. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. The later resolution steps generates two duplexes that are recombinant with a stretch of heteroduplex DNA. കണ്ടോ, ഇത് കറക്റ്റ് ആയിട്ട് അതിന്റെ ഐസോമറൈസേഷനും റെസൊല്യൂഷനും ആണ് കാണിച്ചിട്ടുള്ളത്. ഹോളിഡേ ജംഗ്ഷൻ ഫോം ചെയ്തു, ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തു. നിങ്ങൾ ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു റോഡ് നമ്മൾ ഇങ്ങനെ വളച്ചു കൊണ്ടുവന്നു. ഇനി ഈ റോഡ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചാൽ എങ്ങനെ ഇരിക്കും? ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു വി ഷേപ്പ് കണ്ടില്ലേ, ഈ വി ഷേപ്പിനെ നമ്മൾ സ്ട്രെയിറ്റ് ആക്കി. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വി ഷേപ്പിന് നമ്മൾ സ്ട്രെയിറ്റ് ആക്കി. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് പോസിബിൾ വന്നത്? ഇവിടെ ആദ്യം ഒരു നിക്ക് കട്ട് വന്നു. ഓക്കെ, എന്നിട്ട് റൊട്ടേറ്റ് ബോട്ടം പോർഷൻ റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, 180 ഡിഗ്രിയിൽ. പിന്നെ വീണ്ടും അത് റൊട്ടേറ്റ് ചെയ്തു. അപ്പോഴാണ് ഇതിന്റെ ഇത് പൊസിഷനൊക്കെ മാറിയത്. പിന്നെ വീണ്ടും ഇവിടെ നിക്ക് സംഭവിച്ചു, ഇവിടെ സെന്ററിൽ നിക്ക് സംഭവിച്ചു. ഇനി ഇതിനെ ഈ വീനെ നിവർത്താം. പിന്നെ അതുപോലെ തന്നെ ഈ പോർഷൻ, ഈ വീനെ നമ്മൾ സ്ട്രെയിറ്റ് ആക്കും. ഓക്കെ, അതന്നെയാണ് ഐസോമറൈസേഷനും റെസൊല്യൂഷനും ഹോളിഡേ ജംഗ്ഷന്റെ. അതിന്റെ ഒരു സ്കീമാറ്റിക് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഹോളിഡേ ജംഗ്ഷൻസിന്റെ ഐസോമറൈസേഷനും റെസൊല്യൂഷനും. ദെൻ മിസെൽസൺ റാഡിംഗ് മോഡൽ. ഇതും ബ്രാഞ്ച് മൈഗ്രേഷനും റെസൊല്യൂഷനും പിന്നെ ചെയിൻ ഡിസ്പ്ലേസ്മെന്റ്, സ്ട്രാൻഡ് ഇൻവേഷൻ, ഇതെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ഇവിടെ പറഞ്ഞു തന്നെ ഒന്നുകൂടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഹോളിഡേ മോഡൽ എന്താണ് അതിന്റെ അപ്ലിക്കേഷൻ? മിസ്മാച്ച് റിപ്പയറിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യും. when a mismatch is generated within a heteroduplex region, mismatch repair converts the mismatch into either the wild type or the mutant sequence. ഇവിടെയാണ് ഇപ്പൊ മിസ്മാച്ച് ഉണ്ടായത്. ഓക്കെ, അപ്പൊ ആ മിസ്മാച്ചിനെ നമ്മൾ റിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഒന്നുകിൽ അത് വൈൽഡ് ടൈപ്പ് അല്ലെങ്കിൽ മ്യൂട്ടന്റ് ടൈപ്പ് ആയിട്ട് നോക്കാം. അപ്പോൾ സാധാരണ ഈ ഹോളിഡേ മോഡൽ ചെയ്യുന്നത് മിസ്മാച്ച് റിപ്പയറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതാണ് ഇമ്പോർട്ടന്റ് പാർട്ട്. ഈ ഹോമോലോഗസ് റീകോമ്പിനേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈംസ് ഏതൊക്കെയാണ്? അതാണ് ഇമ്പോർട്ടന്റ്.
Okay, first enzyme REC-A. എന്താണ് REC-Aയുടെ function? ഏതാണ് enzyme involved? എന്താണ് അതിന്റെ function? അത്രയും പഠിച്ചു വെക്കാം. REC-A which promotes the exchange of strands between homologous DNAs that causes heteroduplexes to form. ഇനി എന്തൊക്കെയാണ് REC-A ചെയ്യുന്നത്? ഫസ്റ്റ് ഈ REC-A എന്ത് ചെയ്യും? സിംഗിൾ സ്ട്രാൻഡഡ് DNA ആയിട്ട് പോയിട്ട് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് ഉണ്ടാവും. ഓക്കെ, then it catalyzes strand exchange. അടുത്ത പ്രോസസ് എന്താ? സ്ട്രാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. With the single strand originally coated with REC-A displacing its homologous strand to form heteroduplex. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് സിംഗിൾ സ്ട്രാൻഡഡ് DNA. ഈ സിംഗിൾ സ്ട്രാൻഡഡ് DNAയിൽ പോയിട്ട് REC-A ബൈൻഡ് ചെയ്യും. ഇവിടെ ബോൾസ് പോലെ കാണിച്ചിട്ടില്ലേ, അതാണ് REC-A പ്രോട്ടീൻ. ഈ സിംഗിൾ സ്ട്രാൻഡഡ് DNAയിൽ പോയിട്ട് REC-A ബൈൻഡ് ചെയ്തു. ഓക്കെ, അടുത്തത് ബൈൻഡിങ് ഓഫ് ഡബിൾ സ്ട്രാൻഡഡ് DNA. അടുത്തത് ഈ അതിന്റെ അടുത്ത സ്ട്രാൻഡ് വന്നു, ഡബിൾ സ്ട്രാൻഡഡ് DNA വന്നു. Then alignment of homologous region, strand exchange. ഇതിന് രണ്ടിനും ഹോമോലോഗസ് ആയിട്ടുള്ള റീജിയൻ എന്ത് ചെയ്യും? അലൈൻ ചെയ്യും. ഇവിടെ ഒരുമിച്ച് കൊണ്ടുവരും, എന്നിട്ട് സ്ട്രാൻഡ്സ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും. അതാണ് അതിന്റെ ഫംഗ്ഷൻ. ഹോമോലോഗസ് റീജിയൻ കണ്ടുപിടിക്കുക, പിന്നെ അതിനെ അലൈൻ ചെയ്യുക, സ്ട്രാൻഡ് എക്സ്ചേഞ്ച് നടത്താം. അപ്പൊ അതാണ് REC-Aയുടെ ഫംഗ്ഷൻ. അതൊന്നുകൂടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് REC-A എന്താണ് ചെയ്യുക, ഏതൊക്കെ പോയിന്റിലാണ് അത് അലൈൻമെന്റിനും ബ്രാഞ്ച് മൈഗ്രേഷനും സഹായിക്കുക എന്നുള്ളത് ഒന്നുകൂടെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. Then next enzyme is REC-BCD enzyme. Next enzyme is REC-BCD enzyme. അപ്പൊ അതില് 3 പ്രോട്ടീൻസ് ഉണ്ട്. REC-BCD enzyme എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കോംപ്ലക്സ് ഓഫ് 3 പ്രോട്ടീൻസ്. REC-B, REC-C ആൻഡ് REC-D. അങ്ങനെ 3 പ്രോട്ടീൻസിന്റെ ഒരു കോംപ്ലക്സ് ആണ് REC-BCD enzyme എന്ന് പറയുന്നത്. The properties of REC-BCD are consistent with the hypothesis that it initiates recombination by providing the single stranded DNA to which REC-A binds. Okay, എങ്ങനെയാണ് REC-BCD accomplishes this task by unwinding and nicking the double stranded DNA. ഇതില് ഇത് ചില സമയത്ത് ഹെലിക്കേസിന്റെ ഫംഗ്ഷൻ കൂടെ ചെയ്യും. ഓക്കെ, അത് നിക്ക് ചെയ്യാനും അതുപോലെ തന്നെ അൺവൈൻഡ് ചെയ്യാനും സഹായിക്കും. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു DNA ഡബിൾ സ്ട്രാൻഡ്. REC-BCD transiently unwinds DNA as it moves along the molecule. ഇവിടെ REC-BCD, ഇവിടെ കൈ എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട്. ഇവിടെ വന്നിട്ട് എന്ത് സംഭവിക്കും? വാട്ട് ഈസ് കൈ സൈറ്റ്? ഇതൊരു ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. ഈ GCT, GGT, GG എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് ഉള്ള ഒരു സൈറ്റ് ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ കൈ സൈറ്റ് എന്ന് വിളിക്കും. എന്നിട്ട് ഈ കൈ സൈറ്റിൽ വന്നിട്ട് എത്തുമ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യും. എന്നിട്ട് അവിടെ ഒരു സിംഗിൾ സ്ട്രാൻഡഡ് നിക്ക് ഉണ്ടാക്കും. എന്നിട്ട് ഈ REC-BCD എന്ത് ചെയ്യും? ഇവിടെ ബൈൻഡ് ചെയ്യും. ഇപ്പൊ ഇത് എന്നിട്ട് ഇത് മറ്റേ DNA പോളിമറേസിന്റെ അതേ ഫംഗ്ഷൻ. ഓക്കെ, അത് ഈ സ്ട്രാൻഡിന്റെ ലോങ് മൂവ് ചെയ്യും. മൂവ് ചെയ്യുമ്പോൾ ഇത് അൺവൈൻഡ് ചെയ്ത് പോകും. ഇനി ഇവിടെ the binding of REC-A to the displaced single strand. ഒരു സിംഗിൾ സ്ട്രാൻഡ് ഇവിടെ ഡിസ്പ്ലേസ്ഡ് ആയി, നിക്ക് ഉണ്ടായ സ്ഥലത്ത് ഇത് പൊട്ടിപ്പോയി ഉണ്ടല്ലോ. ഈ നിൽക്കുന്ന സിംഗിൾ സ്ട്രാൻഡിൽ വന്നിട്ട് REC-A വന്നിട്ട് ബൈൻഡ് ചെയ്യും. Okay, the E. coli REC-BCD complex binds to the end of a DNA molecule and unwinds DNA as it travels along the molecule. When it encounters a specific sequence called chi site, it nicks the DNA strand. Continued unwinding then forms a displaced single strand in which REC-A can bind. Okay, അതാണ് അതിന്റെ ഫംഗ്ഷൻ. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ത് സംഭവിക്കും? ഹെലിക്കേസ് ആൻഡ് ന്യൂക്ലിയസ് ആക്ടിവിറ്റീസ് ഓഫ് REC-BCD enzyme. ഓക്കെ, ഒന്നുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. REC-BCD ഇവിടെ ചെയ്യുന്നത് അതിനുള്ള റിക്വയർമെന്റ്സ്. ATP is converted to ADP and phosphate. Helicase and nucleus activities of REC-BCD degrade the DNA. Okay, on reaching the chi sequence, nucleus activity on the strand with the 3' end is suppressed. The other strand continues to be degraded, generating a 3' terminal single stranded end. Okay, then next enzyme is RU-ABC. ഇതിലും
മൂന്ന് പ്രോട്ടീൻസ് ഉണ്ട്. റൂ എ, റൂ ബി ആൻഡ് റൂ സി. ഓക്കെ, ഇതില് റൂ എയും റൂ ബിയും ഒന്നായിട്ട് നിൽക്കും. റൂ സിക്ക് വേറെ ഫംഗ്ഷൻ ആണ്. അതിൽ റൂ എയും റൂ ബിയും act as a complex to drive the migration of the site at which the strands cross in the holiday junction, thereby varying the extent of the heteroduplex region and the position at which cross strands will be cut and rejoined. ഇനി റൂ സി എന്ത് ചെയ്യും? It resolves the holiday junction by cleaving the crossed DNA strands. Then rejoin ചെയ്യുന്നത് by ligase. Okay, yielding two recombinant molecules. അപ്പോൾ അതിന്റെ ഫംഗ്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. Then site-specific recombination results in precise DNA rearrangement. സൈറ്റ് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സൈറ്റിൽ മാത്രം, സാധാരണ ലാംഡ ഫേജസിലൊക്കെയാണ് അത് സംഭവിക്കുക. എക്സാമ്പിൾ, regulation of expression of certain genes, promotion of programmed DNA rearrangements in embryonic development, or in the replication cycles of some viral and plasmid DNA. ഇതിൽ സൈറ്റ് സ്പെസിഫിക് റീകോമ്പിനേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈം റീകോമ്പിനസ്, പിന്നെ ഒരു ഷോർട്ട് സീക്വൻസ്, ഒരു 20 to 200 ബേസ് പെയറുള്ള സീക്വൻസ്, ഒരു യുണീക് DNA സീക്വൻസ് ഫോർ ദ റീകോമ്പിനേസ് ആക്സ് ആണ് റീകോമ്പിനേഷൻ സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സൈറ്റ് സ്പെസിഫിക് റീകോമ്പിനേഷൻ ഒന്നുകൂടെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. എക്സ്ചേഞ്ച് ചെയ്യുന്ന സൈറ്റ് പ്രത്യേക സൈറ്റിൽ വെച്ചിട്ട് സൈറ്റ് എക്സ്ചേഞ്ച് ആവും. ഇത് കണ്ടോ, ഇതിൽ ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ആരോ മാർക്ക് ഇങ്ങോട്ടായിരുന്നു, സൈറ്റ് എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ ആരോ മാർക്കിലെ ഡിഫറൻസ് കണ്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ പൊസിഷനിലുള്ള ഡിഫറൻസ്. ദെൻ ഡെലീഷൻ ആൻഡ് ഇൻവേർഷൻ, ഒരു സൈറ്റ് ഡിലീറ്റ് ചെയ്ത് പിന്നെ വേറെ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, അത് സാധാരണ നമ്മൾ ജനറ്റിക് കൺട്രോൾ ഓഫ് അല്ലെങ്കിൽ അതിന്റെ റിപ്ലിക്കേഷൻ സൈക്കിൾ ഓഫ് ലൈറ്റിക് ആൻഡ് ലൈസോജനിക് ഫേജസ്, ആ കേസിലൊക്കെയാണ് കൂടുതലായിട്ടും സൈറ്റ് സ്പെസിഫിക് റീകോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റീകോമ്പിനേഷൻ എന്താണെന്ന് പഠിക്കാം. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ്, അതിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഹോമോലോഗസ് റീകോമ്പിനേഷനും സൈറ്റ് സ്പെസിഫിക് റീകോമ്പിനേഷനും ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിലുള്ള എൻസൈംസ്, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈംസ്, ഹോളിഡേ ജംഗ്ഷൻ, ഇതെല്ലാം നോക്കി വെക്കാം. ഓക്കെ, താങ്ക് യു.